ഓക്കെ മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇപ്പൊ നമ്മുടെ ഇന്ന് പ്ലീസ് വെൽക്കം ഷബാന മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് നമ്മുടെ ഫീൽ ഫ്രീ ടോക്ക് ഒരുപാട് ആഴ്ചകളായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന അല്ലെ, പുറത്തു നിന്ന് തന്നെ നമ്മുടെ ഒരു ഉയർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മള് ഒരു ഇയർ തുടങ്ങുന്ന സമയത്ത് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻസ് ഒക്കെ തുടങ്ങും. ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കും അല്ലെ. അപ്പൊ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇയർ എൻഡിങ്ങിലും കൂടി ഒരു പ്ലാന് നടത്തി കഴിഞ്ഞാൽ, ഇയർ എൻഡിങ്ങിലേക്ക് നമ്മൾ ഒന്നും കൂടി ഒരുങ്ങി കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് ഒന്നും കൂടി ഫുള്ളായിട്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഈ എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ അതൊന്ന് എടുത്തു വെച്ചിട്ട് ഒന്ന് പരിശോധിക്കാം. ഇപ്പൊ ഒരു 75% നമ്മുടെ ഒരു ഇയറിന്റെ, ഇപ്പൊ നടന്ന് നിലവിലുള്ള ഇയറിന്റെ ഒരു 25% കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മള് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് തയ്യാറാക്കിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും, ഇനി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി അടുത്ത വർഷമെങ്കിലും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് എടുത്തു നോക്കുക. എത്രത്തോളം ഞാന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റി ഒക്കെ നോക്കുക. ഈ എഴുതാത്ത ആളുകളാണെങ്കിലും ഈ ഒരു വർഷത്തിന് അനലൈസ് ചെയ്യാൻ നോക്കുക. അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കുക, ഈ ഒരു വർഷത്തിൽ എനിക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്, ഇത്രയും നാളുള്ളതിനേക്കാൾ എന്തെല്ലാം കാര്യത്തിൽ ഞാൻ പ്രോഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്, എന്തെല്ലാം കാര്യത്തിൽ ഞാൻ താഴോട്ട് പോയിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിക്കാതെ പോലും ജീവിതത്തിലേക്ക് കടന്നു വന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ രീതിയിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു വർഷത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാന്നുള്ളതാണ്. കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. അതിനുശേഷം ഇതിൽ നടക്കാത്തതും ഇനിയും എനിക്ക് അടുത്ത വർഷം കംപ്ലീറ്റ് ആകുമ്പോഴേക്ക്, ഞാൻ ആദ്യം ഈ ഇയർ തുടങ്ങുന്ന സമയത്ത് തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ ഈ ഒരു സമയത്ത് അതൊക്കെ പൂർത്തിയായിട്ടില്ല. അത്തരം കാര്യങ്ങളെ നമ്മൾ റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോണത് അടുത്ത, അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സെപ്റ്റംബറിലാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബറിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അടുത്ത 3 മാസം അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഒന്ന് ഒന്ന് ട്രാക്ക് കയറാനുള്ള ഒരു സമയം നമുക്ക് ഈ ഒരു മാസത്തിൽ എടുക്കാം. ഈ ഒരു മാസത്തിലെ 3-ാമത്തെ ദിവസമാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഒന്ന് ട്രാക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ ചില കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ ചില പ്ലാനുകൾക്ക്, ചില ഗോളുകൾക്ക് ഒന്ന് നന്നായിട്ട് ഒരുങ്ങേണ്ടി വരും. എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാനുണ്ടാവും, അത് ശേഖരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കേണ്ടി വരും, ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി. അപ്പൊ ഈ ഒരു മാസം നിങ്ങൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. ഇനി നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചൊന്ന് എൻഡ് ആയി നിൽക്കുകയാണ്, കുറച്ച് സ്റ്റോപ്പായി നിൽക്കുകയാണ്, അതിനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് അങ്ങനെയൊക്കെ നോക്കാനും കൂടി ഈ ഒരു മാസത്തിന് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്ത 3 മാസം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അടുത്ത മാസങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അടുത്ത ആ 3 മാസങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണേ, നല്ലൊരു 2026-നെ നിങ്ങൾക്ക് വെൽക്കം ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് റെസൊല്യൂഷൻസ് എഴുതേണ്ടി വരില്ല. കാരണം റെസൊല്യൂഷൻസ് ചെയ്ത് എപ്പോഴാണ്, ഞാൻ ഇത്രയും കാലം ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് അടുത്ത വർഷം ചെയ്യണം, അല്ലെ ഞാൻ ഒട്ടും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എഴുതുക. അത്യാവശ്യം ആ ലാസ്റ്റ് ഇയറിലെ, അല്ലെ ലാസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് മാസങ്ങളെ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു
ഫ്ലോ നമുക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് വലിയ പ്ലാനൊന്നും എഴുതാനുണ്ടാവില്ല. എങ്കിലും എപ്പോഴും നമ്മൾ പുതിയ വർഷത്തിന് വരുമ്പോൾ പ്ലാനുകൾ തയ്യാറാക്കണം, പറ്റുന്നത് പോലെ ഫോളോ ചെയ്യണം. അതിന്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻ ഓരോ മാസവും ഓരോ മന്തും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഓരോ ഡേയിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്ലാനിങ്ങിനും ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ ആ ഒരു സന്തോഷത്തിന്റെ ഒരു സമയത്ത് നമ്മൾ അത് തുടങ്ങിയാലും അത് ചിലപ്പോൾ മുന്നോട്ട് പോകില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ഈ പ്ലാൻ ചെയ്യുന്ന ഒരാഴ്ച നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരാഴ്ച നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ പിന്നെ അടുത്ത മാസത്തിലാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അടുത്ത ആ ഒരു മാസത്തിൽ വരുന്ന 7 ദിവസം, അങ്ങനെ ഒരു ഏഴ് ദിവസങ്ങൾ വരുമ്പോൾ അവസാനമാകുമ്പോഴേക്ക് അത്യാവശ്യം നല്ലൊരു കാര്യം, നല്ലൊരു റിസൾട്ട്, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു വിഷയത്തിൽ, ഏതൊരു വിഷയമാണോ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ഗോളുകളാണ്, ഓരോരോ പ്ലാനുകളാണ്. അതുകൊണ്ടാണ് ഇന്ന വിഷയം എന്ന് അധികം ആണ് എന്താ പറയാ മെൻഷൻ ചെയ്യാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊരു വിഷയത്തിലാണെങ്കിലും ഒരു കുറച്ച് സമയം നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്, അടുത്ത കുറച്ച് വിട്ടുപോയി, പക്ഷെ വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പിന്നെയും ട്രാക്കിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് ദിവസങ്ങൾ കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നുള്ളതാണ്. അതിൽ തന്നെ ന്യൂ ഇയറിലെല്ലാം ഒഴിവാക്കിയ ഒരാള് ഇയർ എൻഡിൽ പോയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ന്യൂ ഇയറിൽ നമ്മൾ പ്ലാൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും നമ്മളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇയർ എൻഡിൽ നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒന്നും കൂടി ഇതിലേക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ളത് കുറയ്ക്കാനും. പിന്നെ ചിലതുണ്ടാവും നമുക്ക് ഒരിക്കലും നടക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റേ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആർക്കെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതെനിക്ക് പറ്റാത്തതാണെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് മായ്ക്കാനും ഒക്കെ സഹായിക്കുന്നുള്ളതാണ് ഈ അവസാനത്തെ നിമിഷത്തിൽ ഉള്ള നമ്മുടെ പ്ലാനിങ്. അപ്പൊ ഞാൻ അതേ പറഞ്ഞു, നമ്മൾ അടുത്ത 3 മാസം ഒക്ടോബർ, നവംബർ, ഡിസംബറിലേക്കാണ്, സെപ്റ്റംബറിലാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഒരുങ്ങാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ ക്ലാരിറ്റി വരുത്താനുള്ളത്, അതിനുള്ള മാസമാണ് ഈ സെപ്റ്റംബർ. അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇനി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി പെന്നും ബുക്കും കയ്യിലുള്ള ആളുകൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു അവസാനം, ഈ ഒരു വർഷം ഞാൻ എന്തെല്ലാം നേടി എന്നുള്ളത് ഒന്ന് എഴുതി നോക്കുക. ഇപ്പൊ നിലവിൽ ഉള്ള ഈ ഒരു വർഷം ഞാൻ എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ആണ് നേടിയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത് എന്ന് എഴുതി നോക്കാം. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു വർഷത്തിന് മൊത്തമായിട്ട് നിങ്ങളൊന്ന് നോക്കാം, എന്തെല്ലാമാണ് ഞാൻ നേടിയത്. എഴുതാം, നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ ഇതേ സമയത്ത് എഴുതാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എഴുതാം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ കുറച്ച് എഴുതി നോക്കുക, എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ആണ് ഞാൻ നേടിയിട്ടുള്ളത്, എന്തെല്ലാം ഞാൻ ഫേസ് ചെയ്തു. അങ്ങനെ എന്നിട്ട് ഇതിൽ നിന്നും ഞാൻ എന്ത് പാഠാണ് പഠിക്കുന്നതെന്നും കൂടി എഴുതാൻ ശ്രമിക്കാം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ജേർണലിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മളെ ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുന്നതിനേക്കാളും നമ്മൾ എഴുതി വെക്കുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എഴുതാന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ അതിനെ ഭയങ്കര അക്യുറേറ്റ് ആയിട്ട്, നമുക്ക് വാരി വലിച്ച് ഒരുപാട് എഴുതൂല അല്ലെ. നമ്മൾ എഴുതുമ്പോൾ എന്തായാലും ഒരു ആ ഈ ഇത്ര കാര്യങ്ങളൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്, അതിനെ എത്ര ചുരുക്കി എഴുതാന്നുള്ള ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തും. അപ്പൊ തന്നെ നമുക്ക് അതിനൊരു നല്ലൊരു ക്ലാരിറ്റിയും കിട്ടും. ഒരു സിമ്പിൾ കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു തോന്നലും വരും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതാം. അതേപോലെ നമ്മള് അടുത്ത 90 ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള ഒരു അവസരം, ചില സമയത്ത് നമ്മൾ ചില പ്ലാനുകൾ ചെയ്തിട്ട് നമുക്ക് അതിന് വേണ്ട മുഴുവൻ മെറ്റീരിയലും ഇല്ലെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂല. അതിനു വേണ്ടിയിട്ടാണ് അപ്പോ അങ്ങനെയും നമ്മുടെ പല പ്ലാനുകളും ഫ്ലോപ്പായി പോകാറുണ്ട്, നമ്മൾ ഒഴിവാക്കാറുണ്ട്. അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ പ്ലാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് മൂന്ന് വിഷയങ്ങളെ നമ്മൾ കൂടുതലായിട്ട്, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ണടിച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് നോക്കുക. ഒരു 3 വിഷയം എടുക്കുക, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന
മൂന്ന് വിഷയങ്ങളെ നിങ്ങൾ എടുക്കുക. ആ ഒരു മൂന്ന് വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതി തയ്യാറാക്കുക. എന്തൊക്കെയാണ് ജസ്റ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഈ അടുത്ത 2026 വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ ആയിരിക്കണം? ആ രൂപത്തിൽ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാരന്റിങ്ങിലോ നിങ്ങളുടെ എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വെയിറ്റ് ഹെൽത്ത് അങ്ങനത്തെ ആ ഒരു വിഷയത്തിലും നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ഞാൻ ആയിരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളെ ഇങ്ങനെ മൂന്നെണ്ണത്തിന് ഏതെങ്കിലും ഒരു മൂന്നെണ്ണത്തിന് പ്രയോറിറ്റൈസ് ചെയ്യാൻ നോക്കുക. ഈ മൂന്ന് കാര്യങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ഗോളിനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതില് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കുക. ഈ ഒരു പ്ലാനിലേക്ക് ഞാൻ എത്താൻ വേണ്ടി. അപ്പൊ ഈ ഒരു മാസത്തിന് നിങ്ങൾക്ക് ആ ഒരു പ്ലാനിലേക്ക്, ആ ഒരു ഗോളിലേക്ക്, ആ മൂന്ന് കാര്യങ്ങളിലെ സംഭവങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഓരോന്നും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എനിക്ക് ശേഖരിക്കേണ്ടത്? നമുക്കിപ്പോ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ചില മെറ്റീരിയൽ, അതായത് നമ്മുടെ ഡ്രസ്സ് വരെ ഒരു കംഫർട്ട് ആയിട്ടുള്ള രൂപത്തിലൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഇഷ്ടം ഉണ്ടാവും. ആ ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരികയാണ് ഇത് നിന്റെ എക്സസൈസിന്റെ ടൈമാണ്. ആ രൂപത്തിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ മെറ്റീരിയൽസോ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാണ്ടെങ്കിൽ കളക്ട് ചെയ്യുക. ബുക്സ് ഒക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പഠിക്കാനും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ബുക്കുകളൊക്കെ കളക്ട് ചെയ്യുക. അതിനുവേണ്ടി ആരോടെങ്കിലും റെഫറൻസ് ഒക്കെ തേടണമെങ്കിൽ തേടുക. അതിനൊക്കെ ഉള്ള ഒരു സമയമായിട്ട് ഈ ഒരു സമയത്തിനെ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മൂന്ന് പ്രയോറിറ്റി എന്താണ്, ആ പ്രയോറിറ്റിയിലേക്കുള്ള ഗോള് സെറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ വരുന്നത് അടുത്തത് എന്താണ്, നമ്മൾ ആക്ഷൻ പ്ലാനിലേക്ക് വരണം. ആക്ഷൻ പ്ലാനിലേക്ക് വരുമ്പോൾ ജസ്റ്റ് എഴുതി വെക്കുന്നത് കൊണ്ട് മാത്രമായിട്ട് നമുക്കൊന്നും നേടാൻ പറ്റൂലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ന്യൂ ഇയറിൽ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഇപ്പോഴേക്കും നമ്മൾ നേടിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ പലതും നേടിയിട്ടില്ല. ഒന്നും നേടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പലതും നമ്മൾ നേടിയിട്ടില്ല. അപ്പൊ നമ്മൾ ആക്ഷൻ പ്ലാനിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പൊ ആക്ഷൻ പ്ലാനിലേക്ക് വരുന്നതിന് നമ്മൾ ഓരോ മാസത്തിലും എന്താണ് ഈ ഒരു ഗോളിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓരോ മാസത്തിലും എന്താണ് ചെയ്യേണ്ടത്, ഓരോ ആഴ്ചയിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലേക്ക്. അപ്പൊ ഈ 2 മാസം നമ്മള് ഹാബിറ്റ് ഫോർമേഷനെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെ? ആ സമയത്ത് പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഹാബിറ്റിനെ നമ്മളെ ട്രാക്കിലേക്കായി കിട്ടാന്, അതായത് ഈ ഹാബിറ്റ് എന്റേതാണ് എന്ന് എന്റെ മൈൻഡ് തന്നെ വിശ്വസിക്കാൻ നമുക്കൊരു 21 ദിവസം ആവശ്യമുണ്ട്. അതൊന്നും കൂടി ഡീപ്പ് ആവാന് അല്ലെങ്കിൽ അതിന്റെ നമ്മളെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒക്കെ സെറ്റ് ആവാൻ ഒരു 45 ദിവസം ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഒന്നും കൂടി അത് ഡീപ്പായിട്ട് ഒരു ലൈഫ് സ്റ്റൈലായി മാറാന് 90 ദിവസം ആവശ്യമുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 3 months പ്ലാൻ ആയിട്ട് ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആക്ഷനിൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അതുപോലെ ഈ ആഴ്ചകളിൽ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ ഓരോന്നിനെ തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഫീൽ ഫ്രീ ടോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ബുധനാഴ്ചകളെ തിരഞ്ഞെടുത്തു. അതുപോലെ നിങ്ങൾക്ക് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഒരു ദിവസം, ഒരു ഞായറാഴ്ച വെക്കാം, എന്റെ സെൽഫ് കെയർ ഡേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഒരുപാട് പെൻഡിങ് ആയി കിടക്കുന്ന, ഒരിക്കലും ചെയ്യൂല എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സ്പെഷ്യൽ ഡേ എല്ലാം കൂടി ഒഴിവാക്കി ആ സാധനം തന്നെ ആ ഒരു ദിവസം ചെയ്യണം എന്നില്ല. പക്ഷെ അതിനെ ആ ഒരു ദിവസം പ്രയോറിറ്റൈസ് ചെയ്യാം. സെൽഫ് കെയറിന്റെ ദിവസത്തില് നമ്മൾ എന്തെങ്കിലും വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ചെയ്യാം. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ നമ്മൾ അങ്ങനത്തെ ദിവസങ്ങളിൽ ഒന്ന് മുടി ചീകി വെക്കാനോ നഖം വെട്ടാനോ അതൊക്കെ ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ദിവസത്തേക്ക് ഉൾപ്പെടുത്തുക. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനുള്ള അവസരങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഭയങ്കര ഒരു ഇഷ്ടം വരുമ്പോൾ നമ്മുടെ ഗോൾസിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുപോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പില് സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഗോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോള് എപ്പോഴും സ്മാർട്ട് ആയിരിക്കണം എന്ന് പറയും അല്ലെ? അത് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളെ ഗോള്
എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. സ്മാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ എസ് ആണ് സ്പെസിഫിക്. സ്പെസിഫിക് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ മൊബൈലിലൊക്കെ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്നതോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതോ ഒക്കെ അതേപോലെ അല്ല ഈ മൊബൈലിന്റെ ഇത് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ അതിന് അവർക്ക് 0 1 എന്ന് പറയുന്ന കുറച്ച് കോഡുകളുണ്ട്. ഈ കോഡ് പോലെ തന്നെ നമ്മുടെ ബ്രെയിനിലേക്കും സ്പെസിഫിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് അതിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇമേജും ഇമോഷനും ആണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഷ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക് ആയിട്ടുള്ള ഇമേജുകളൊക്കെ നമ്മൾ പറയലുണ്ട്, വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കാൻ പറയലുണ്ട് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് എന്താണോ ആവാൻ ആവശ്യമുള്ളത് അതിന്റെ ഇമേജ് കൊടുക്കലുണ്ടല്ലോ. അതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടോ ഇതേപോലെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അതിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഇമോഷന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്ഥലത്തേക്ക്, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മളിപ്പോ എന്താ പറയാ, നമ്മുടെ ഗൂഗിൾ മാപ്പിലേക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ അത് അങ്ങനെ തിരിഞ്ഞു കളിക്കുന്നത് കാണാം അല്ലെ. പക്ഷെ നമ്മൾ കറക്റ്റ് ഒരു പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൈനും കൊടുക്കും. അതുപോലെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കുള്ള പാത്തും വളരെ കൃത്യമായിട്ട് തെളിഞ്ഞു വരും എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മെഷറബിൾ. മെഷറബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ നമ്മൾ എണ്ണപ്പെട്ടുന്ന രീതിയിൽ ആയിരിക്കണം എന്ന് പറയും. അത് ഒരു സ്പെസിഫിക് ആകുന്നത് പോലെ തന്നെ ആണ് ഈ മെഷറബിൾ ആവുക എന്ന് പറയുന്നതും. അത് എഴുതി വെക്കാനോ ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കണം. അടുത്തത് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കണം. അച്ചീവബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് പറക്കണം എന്നൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. വിമാനം ആശയുണ്ട്, അങ്ങനെ പറക്കുകയാണെങ്കിൽ പറ്റൂല എന്ന് പറയുന്നില്ല, വിമാനത്തിൽ കയറിയിട്ട് നമുക്ക് പറക്കാം. എന്നാലും കൂടി നമ്മൾ എന്നെ ഇപ്പൊ ഇന്ന് എനിക്ക് പറക്കണം അല്ലെങ്കിൽ അടുത്ത വർഷം 2026 എനിക്ക് പറക്കണം ആ രൂപത്തിൽ എഴുതാൻ പാടില്ല. നമുക്ക് സാധിക്കുന്നത് നമ്മള് കോണ്ടിനം തിയറി എന്ന് പറയും. അതായത് നമ്മൾ ഒരു ഗോള് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മള് പൂമ്പാറ്റ ഉണ്ടായി വരുന്ന ഒരു സ്റ്റേജസ് പഠിക്കലില്ലേ, ആ രൂപത്തിലാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയും. ഇപ്പൊ നമുക്ക് വലിയൊരു തുക നമുക്ക് ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ചെറിയ ചെറിയ തുകകളിൽ നിന്ന്, അതായത് ഈ ഒരു വർഷത്തിലെ ഈ 3 മാസത്തില് ഞാൻ ഇത്ര ഏൺ ചെയ്യുന്ന, മാസത്തിൽ ഇത്ര ഏൺ ചെയ്യുന്ന ഒരാളാകും. നെക്സ്റ്റ് ഇയറിൽ ഞാൻ ഇത്ര മാസം കൊണ്ട് ഇത്ര കിട്ടുന്ന ഒരാളാകും. നെക്സ്റ്റ് അങ്ങനെ വന്നിട്ട് 5 വർഷത്തിനിടക്ക് ഞാൻ ഈ പറഞ്ഞ ഗോളിലേക്ക് ഞാൻ എത്തും എന്നുള്ള രീതിയിലാണ് ഈ കോണ്ടിനം തിയറി പറയുന്നത്. നമ്മൾ വിഷൻ ബോർഡിൽ തന്നെ ആ രൂപത്തിൽ തന്നെ സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ രൂപത്തിലേക്ക് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അച്ചീവബിൾ ആകുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതണം എന്നുള്ളതാണ്. സ്മാർട്ടില് ഇനി വരുന്നത് നമ്മള് 6 അല്ലെ. 6 എന്ന് പറയുമ്പോൾ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്ലാന്, നമ്മുടെ ആക്ഷന്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ ആക്ഷൻ പ്ലാൻ എന്താണ്, ഏത് മാസത്തിൽ എന്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനാവോ ഇല്ലേ എന്നുള്ളതല്ല, നമുക്ക് പറ്റുന്ന രൂപത്തിൽ. അതായത് നാളെ പ്രവചിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല, എങ്കിൽ കൂടി നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണല്ലോ. അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. കാരണം പല കാര്യങ്ങളും നമ്മൾ പണ്ട് ആഗ്രഹിച്ചിട്ട് നമ്മൾ അതിൽ ഒരു വർക്കും ചെയ്യാതെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക പോലും ചെയ്യാതെ മറ്റുള്ളവർ അത് നേടിയത് കാണുമ്പോൾ ഇതും എൻ്റെ ഒരു ഗോളായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതി വെക്കുന്നത്. കാരണം പിന്നെ ഒരു ഓർക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് നമ്മുടെ ഗോള്, നമ്മുടെ ഇഷ്ടങ്ങൾ മാറിപ്പോവരുത്. അതിനുവേണ്ടി നമ്മൾ എഴുതി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ടീയില് വരുന്നത് ടൈം ബൗണ്ട്. നമ്മളൊരു ടൈം ബൗണ്ട് സെറ്റ് ചെയ്യണം. ജസ്റ്റ് നമ്മളിപ്പോ ഒരു വീട്ടമ്മയാണെങ്കിൽ നമ്മളെ ജോലികൾ, വീട്ടിലുള്ള ജോലികൾ തീർക്കാൻ നമ്മൾ ചിലപ്പോ 3 മണി വരെ സമയം എടുക്കെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്ന ഒരു അമ്മ അതേ ജോലികൾ തന്നെ ചിലപ്പോ രാവിലെ 8:30 ആകുമ്പോഴേക്ക് തീർക്കും. ഇത് ടൈം ബൗണ്ടിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് 3 മണി വരെ സമയമുണ്ട് വീട്ടിലെ ജോലികൾ തീർക്കാൻ എന്നുള്ള ഒരു മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ. മറ്റവർക്ക് പോകണം, 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അപ്പോഴേക്ക് തീർക്കണം എന്നുള്ള ഒരു ടൈം ബൗണ്ട് അവർ വെച്ചതും കൊണ്ട് അവർക്ക് അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പൊ ടൈമിന്റെ ഒരു ഇമ്പോർട്ടന്റ് അതാണ്. അപ്പോ നമ്മൾ ഒരുപാട് പറയും ഇത് സമയം കൊടുക്കരുത്, നമുക്ക് തന്നെ ഇത് ഇന്ന കാര്യം തീർക്കാൻ ഇത്രയും സമയം, അതായത് ഒരു 1 അവർ കൊണ്ട് തീർക്കേണ്ട കേസിന് നമ്മൾ ഒരാഴ്ച കൊടുക്കരുത്.
ആ രൂപത്തില് നമുക്ക് അറിയാലോ ഏകദേശം നമ്മുടെ ഗോള് സെറ്റ് ചെയ്ത് ഈ ഇന്ന സമയം കൊണ്ട് എനിക്ക് നേടാന്നുള്ളത് ആ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കുകയും വേണം. എന്നാലും അത്യാവശ്യം ഒരു ടൈം ബൗണ്ട് എന്തായാലും സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എന്നെങ്കിലും എനിക്ക് ഒരു യാത്ര പോകണം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും അടുത്ത 2 മാസത്തിനുള്ളിൽ ഇന്ന സ്ഥലത്ത് എനിക്ക് എത്തണം എന്ന് ചിന്തിക്കുന്നത് വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ? അതുപോലെ നമ്മള് അതിനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി ഇതിലൊക്കെ നമ്മള് ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ പറയുന്ന ഒരു പ്രശ്നമുണ്ട്, ഡോപ്പമൈൻ അല്ലേ? ഡോപ്പമൈൻ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വരുമ്പോ ഈ ആക്ഷൻ പ്ലാനുകളിലും നമുക്കൊരു ഡോപ്പമൈൻ കിട്ടുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഗോളിലേക്കുള്ള ഓരോ യാത്രയിലും നമുക്ക് ഡോപ്പമൈൻ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫ്, അതായത് നമ്മുടെ ഗോളിലേക്കുള്ള ഓരോ പാതയും നമുക്കൊരു ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്യും പോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുമല്ലോ അല്ലെ? അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓരോ ദിവസവും കാര്യങ്ങൾ എഴുതുക. ഇത് ചെയ്യുന്ന സമയത്ത് ടിക്ക് ഇടുക. അപ്പൊ ചെയ്യുമ്പോ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ അത് ചെയ്തു എന്നുള്ള ആ ഒരു പ്രോഗ്രസ്സിൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത്, ഹാബിറ്റ് ട്രാക്കർ ഒക്കെ പോലെ നമ്മൾ അതിനെ ജസ്റ്റ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ടിക്കിന് വരെ ഡോപ്പമീൻ ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഒരുപാട് ഞാൻ ചില സമയത്തൊക്കെ ഈ ടൈമിന്റെ പ്രശ്നം പറഞ്ഞു വരുന്ന ആളുകളോട് പറയലുണ്ട്, ഇതുവരെ നിങ്ങൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എഴുതുക. ഡെയിലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ എഴുതുക. എന്നിട്ട് പിറ്റേന്ന് ജസ്റ്റ് ഓരോന്നും കഴിയുമ്പോൾ ടിക്കിട്ട് പോയി നോക്കൂ. ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ്. അത് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണരും എന്നുള്ളതാണ്. അതുപോലെ അപ്പൊ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എൻഡിങ്ങിൽ ആ ഡേ ഞാൻ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും, ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും ചെയ്യാത്തവരെ പോലെ നമ്മൾ ഫീൽ ചെയ്യും. പക്ഷെ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം ഈ ഒരു രൂപത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങൾ തന്നെ ഇപ്പോഴും ചെയ്യുന്നത്, പക്ഷെ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ഒരു ഫീല് എന്നിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ എന്തായാലും ചെയ്യാം. നിങ്ങളുടെ ഓരോ ആക്ഷനും എഴുതുക. ജസ്റ്റ് ഞാനിത് ചെയ്തു എന്നുള്ള ആ ഒരു ഫീലിംഗ് ഇങ്ങനെ നമ്മളിലേക്ക് തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴും ആ ഒരു ഡോപ്പമൈൻ ഹിറ്റ് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മള് ഒരു ഗോൾ ഉണ്ട്, പ്ലാൻ ഉണ്ട്. അത് നമ്മൾ പ്ലാനിനനുസരിച്ച് വർക്ക് ചെയ്ത് ആക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ശരിക്കും ഈ ഗോളും ഉണ്ടോ ഈ പ്ലാനും ഉണ്ടോ ഒരു കാര്യമില്ല. അതുകൊണ്ട് ആക്ഷൻ എന്നെ എടുക്കണം എന്നുള്ള ആ ഒരു വലിയൊരു മെസ്സേജ് ആണ് ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് ഇപ്പൊ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന്റെ മുമ്പായിട്ട് എഴുതി തീർക്കാം, ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി എഴുതാം. പക്ഷെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ കയ്യിലൊക്കെ പെന്നും ബുക്കും ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആ ഒരു ബുക്ക് എടുക്കുക, എന്നിട്ട് എഴുതി തുടങ്ങാം. അതായത് 2026 നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കത്ത് എഴുതുകയാണ്. നിങ്ങൾ നിങ്ങളെ പ്ലാന് തയ്യാറാക്കിയിട്ട് 2026 നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു കത്ത് എഴുതുക. അതായത് നിങ്ങൾ ഇന്ന് പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് ഈ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ തന്നെ ഇരുന്നിട്ട് ഡിയർ, ഇതാണ് നമ്മുടെ പേര് തന്നെ എഴുതുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മളെ വിളിക്കാൻ നമുക്ക് തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേര് അത് എഴുതുക. എന്നിട്ട് ഞാന് 2025 സെപ്റ്റംബർ 3 നിന്നും എഴുതുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? 2026 എനിക്ക് വേണ്ടിയിട്ട്. ഒന്ന് എഴുതി നോക്കുക കേട്ടോ. അതിനുശേഷം ആക്ഷൻ പ്ലാന്, അതേപോലെ നിങ്ങളുടെ ഗോള് ഒക്കെ എഴുതുക. അതിനെക്കുറിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ പറയാവുന്നതാണ്. ഇവിടെ ആരൊക്കെ നമ്മുടെ 2025 ഗോളുകളൊക്കെ വിൻ ചെയ്തവരുണ്ട്? എല്ലാം എന്നല്ല, ഏതെങ്കിലുമൊക്കെ. ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം കേട്ടോ. റെക്കോർഡിംഗ് ഒഴിവാക്കണം.